കൊച്ചി മുസിരിസ് ബിനാലെ കാണാൻ വന്നിട്ടാണുള്ളത്. നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നടക്കുന്ന ഈ ബിനാലെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ആർട്ട് ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഏഷ്യയിലെ ലാർജസ്റ്റ് കണ്ടംപററി ആർട്ട് ഫെസ്റ്റിവലും ആണ്. നമ്മളിപ്പം മെയിൻ വെന്യൂസിൽ ഒന്നായിട്ടുള്ള ആസ്പിൻ വാളിലാണുള്ളത്. കൊച്ചിയിൽ ഓൾമോസ്റ്റ് 12-13 വെന്യൂസിലായിട്ടാണ് ബിനാലെ നടക്കാറുള്ളത്. ഇതിൽ മെയിൻ വെന്യൂ ആയിട്ടുള്ള ആസ്പിൻ മാളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിലും ടിക്കറ്റ് അവൈലബിൾ ആണ്. Works were cloud-like impressionist paintings and videos, with their own primitive beauty. But the law states that work by an AI is not. ടിക്കറ്റിന് 150 റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് അഡൽട്ട് ആണെങ്കിൽ. ഇനി അതല്ല നിങ്ങൾ സീനിയർ സിറ്റിസണോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ ആണെങ്കിൽ 50 റുപ്പീസ് മാത്രമാണ് ചാർജ് വരുന്നുള്ളൂ. ഇനി നിങ്ങൾ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ റേറ്റിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വെന്യൂലായിട്ടാണ് ഈ ബിനാലെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർത്തിട്ട് വരാനായിട്ട് പറ്റില്ല. കുറച്ച് സമയം എന്താണെങ്കിലും ഒരു 2 ദിവസം ശരിക്കും പറഞ്ഞാൽ വേണമില്ലെങ്കിൽ ഒരു ഫുൾ ഡേ എന്താണെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കും. ചില സമയത്ത് ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇനി അതല്ലെങ്കിൽ വളണ്ടിയേഴ്സ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഗൈഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അവർ നമുക്ക് ആവശ്യമുള്ള എക്സ്പ്ലനേഷൻസ് തരും. പിന്നെ ഈ ആർട്ടിൻ്റെ സൈഡിൽ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾക്ക് ഒരു ആർട്ട് വർക്ക് കാണുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനും പെർസെപ്ഷനൊക്കെ ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഇവിടെ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളൊരു വർക്കാണ്. ഇതിൽ കൂടുതലും വേസ്റ്റ് മെറ്റീരിയൽസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. Read the book from here. Do not take it with you. എടുത്തുണ്ടോ അവർക്ക്? Offshore world and so on. I would say, first of all, it gives an impression of light, transparency. 2012 ആദ്യത്തെ കൊച്ചി ബിനാലെ നടക്കുന്നത്. ഇതിൽ വരുന്ന ആർട്ടിസ്റ്റുകളിൽ 50% ആൾക്കാരും ഫോറിനേഴ്സ് ആണ്. ഇനി ഒരു 3 മാസം കൂടി ഇവിടെ ബിനാലെ നടക്കുന്നുണ്ടാവും. അപ്പം വന്നിട്ടില്ലാത്ത എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. മ്യൂസിക്, ഇൻസ്റ്റലേഷൻ, പെയിൻറ്റിങ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫോം വഴി ഉള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. കുറച്ചപ്പുറമാണ് പെപ്പർ ഹൗസ്. പിന്നെ അതിന് ശേഷം ഒന്നും കൂടി ഉണ്ട്, വേറെ ഒരു എക്സിബിഷനും കൂടെ, ഒരു ഹാളും കൂടി ഉണ്ട്. എവിടെയാണത്? അതിന് ശേഷം എൻട്രൻസ്. അപ്പൊ നമ്മൾ ആസ്പി മാളിന് നേരെ ഇറങ്ങി ഇനിയിപ്പോ നമ്മൾ പെപ്പർ ഹൗസിലേക്ക് പോകണം. പെപ്പർ ഹൗസാണ് അടുത്ത
1 2 2 അതുപോലെ റിപ്പീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? കോട്ടോച്ചി ബീച്ചിലേക്ക്. നമുക്ക് ആവശ്യം കാലൊക്കെ വേണം, കുറേ നേരം നടന്നിട്ടല്ലേ കാണുന്നത്. ഞാനിപ്പോൾ പോയിട്ട് ചായ കൊടുക്കണം, ബീച്ചിൽ പോകണം. ബീച്ചിൽ പോയിട്ട് കുറച്ച് അവിടെ കുറേ ഷോപ്പിംഗ് ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ട്, ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് ആയിരിക്കട്ടെ വരുന്നത്. എല്ലാവരും കണ്ടോക്കണേ. ഫിനാലെ കാണാൻ വരുന്നവർക്ക് നിങ്ങൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അവിടുന്ന് നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചിക്ക് ബസ്സിന് വരുന്നതെങ്കിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ട് വഴിയും വേണമെങ്കിൽ വരാൻ പറ്റുന്നതാണ്. കൊച്ചിയാണ് നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത്.